ഹായ് ഓൾ, വെൽക്കം ടു ബിഗ് മീ ഹാപ്പി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിന്നി ദ പൂവിൻ്റെ തീമിലുള്ളൊരു കേക്കായിരുന്നു ഓർഡർ വന്നിരുന്നത്. അപ്പോൾ ആദ്യം അത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ സ്റ്റിക്കർ മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ അത് വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വരച്ചാൽ ശരിയാകുമോ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെയാണ് വരച്ചത്. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം പേപ്പറിൽ വരച്ചെടുത്തു, എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് പിന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ശരിയായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് ആണ് കളറ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിന് റെഡ് കളറാണ് കൊടുത്തത്. ബോഡിക്കൊക്കെ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് കളറാണ് കൊടുത്തേക്കുന്നത്. ഇതാണല്ലോ നോർമലി വിന്നി ദ പൂവിന് കാണുന്ന ഒരു കളർ, അതുകൊണ്ട് ആ കളർ തന്നെയാണ് കൊടുത്തത്. ഒരു 2 വയസ്സുള്ള ഒരു മോടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. വരയ്ക്കാനൊക്കെ പോയാൽ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് മിക്കവാറും സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഷോപ്സിലൊക്കെ എല്ലാ സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണല്ലോ. അപ്പം നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിലെല്ലാം നമ്മൾ വരച്ച് തന്നെ എടുക്കണമായിരുന്നു. അപ്പം കുറേ ടൈം എടുത്ത്, ചിലതൊക്കെ ആണെങ്കിൽ നല്ലപോലെ ടൈം എടുത്ത് വരയ്ക്കേണ്ടി വരുമായിരുന്നു. ഇപ്പം പക്ഷെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഷോപ്പിലൊക്കെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. എഡിബിളും അല്ലാത്തതും എല്ലാം കിട്ടും. അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. പക്ഷെങ്കിൽ ഇന്ന് മറന്നു പോയതുകൊണ്ടാണ് വരയ്ക്കേണ്ടി വന്നത്. അപ്പം സ്റ്റിക്കർ വെക്കുന്നതിലും നല്ലത് വരയ്ക്കുന്നതാണെന്ന് എനിക്ക് വരച്ച് കഴിഞ്ഞപ്പം തോന്നി. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പും കളറും ഒക്കെ കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ യൂട്യൂബിൽ പുതിയൊരു ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. നിങ്ങളൊക്കെ പറ്റുന്നവർ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സൈഡിൽ വയ്ക്കാൻ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനാണ് അവർ പറഞ്ഞിരുന്നത്. ഒരു ഫെൻസിങ് പോലെ, നമ്മൾ ഒരു വേലി കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ ഒരെണ്ണം പറഞ്ഞിരുന്നു. അതപ്പം ഗ്ലാസ് ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഗ്ലാസ് ഷീറ്റിൽ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് സെറ്റായ ശേഷം കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുവാണ്. ആദ്യം അതിൻ്റെ ഗ്ലാസ് ഷീറ്റ് കറക്റ്റ് കേക്കിൻ്റെ സൈസിലൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ അതിൽ ഫില്ല് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. ഒത്തിരി സെറ്റായി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കേക്കിൽ സെറ്റായിരിക്കത്തില്ല, അത് ഒടിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ആയപ്പോഴത്തേനും കേക്കിൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഗ്ലാസ് ഷീറ്റ് ഇളക്കി എടുക്കുമ്പോഴത്തേനും ചോക്ലേറ്റ് എല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് വരും. അപ്പോൾ ഒരു ഇച്ചിരി കനത്തിലാണ് ചോക്ലേറ്റ് വരച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് വേണം കേക്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. എന്നിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച ശേഷം അത് പതുക്കെ ഇളക്കിയെടുത്താൽ മതി. അടുത്ത ഒരു ഗ്ലാസ് ഷീറ്റേ കൂടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കേക്കിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് ഗ്ലാസ് ഷീറ്റ് ഇളക്കിയെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ച് ചെറിയൊരു ഡെക്കറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡ്സിൽ സ്ട്രോബെറി വെക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഈ സമയത്ത് സ്ട്രോബെറി ഒന്നും ഒരു കടയിലും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇന്നലെ നോക്കിയപ്പോൾ കുറച്ച് പ്ലം കിട്ടി, ചെറിയ പ്ലംസ് കിട്ടി. അപ്പം അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ചെറി വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്, ക്യാനിനകത്ത് കിട്ടുന്ന ചെറി. പിന്നെ ഈ ചെറിയ പ്ലം കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നി ചെറിയെക്കാട്ടി നല്ലത് ഇതാണെന്ന്. അതുകൊണ്ടാണ് പ്ലം വെച്ച് കൊടുത്തു. പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്